ഈ ഡോക്ടറുടെ ഈ സിമ്പിൾ ടിപ്പ് എൻ്റെ പഞ്ചസാര ക്രേവിങ്സിനെ വെറും 3 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചു. അത് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സിമ്പിളായിരുന്നു. പഞ്ചസാരയുടെ ആസക്തിയെ ഞാൻ നിരന്തരം ആഗ്രഹിച്ചിരുന്നു. ഭക്ഷണത്തിന് ശേഷം രാത്രി വൈകി സമ്മർദ്ദകരമായ നിമിഷങ്ങളിൽ അത് ചെറുക്കാൻ അസാധ്യമായ പോലെ എൻ്റെ പിന്നാലെ കൂടി. എനിക്ക് ഇച്ഛാശക്തിയില്ലെന്ന് ഞാൻ കരുതി. എന്നാൽ പിന്നീട് ഒരു ഫംഗ്ഷനിൽ മെഡിസിൻ ഡോക്ടർ പങ്കുവച്ച ഉപദേശം എല്ലാം മാറ്റിമറിച്ചു. എല്ലാ ഭക്ഷണവും പ്രോട്ടീൻ ഉപയോഗിച്ച് ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. അത്രമാത്രം. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കേണ്ടതില്ല. കർശനമായ ഡീറ്റോക്സ് ഇല്ല. എല്ലാ പ്ലേറ്റിലും എല്ലാ ലഘുഭക്ഷണത്തിലും 15 മുതൽ 20 ഗ്രാം വരെ ശുദ്ധമായ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. മുട്ട, ഗ്രീക്ക് തൈര്, ചിക്കൻ, ടോഫു, എനിക്കിഷ്ടപ്പെട്ടതെന്തും. ഫലമോ? എൻ്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതും കുറയുന്നതും നിന്നു. എൻ്റെ ഊർജം സ്ഥിരമായി തുടർന്നു. വെറും 3 ദിവസത്തിനുള്ളിൽ ഒരിക്കൽ എന്നെ നിയന്ത്രിച്ചിരുന്ന ആസക്തികൾ ഇല്ലാതായി. പഞ്ചസാരയുടെ ക്രേവിങ്സ് പലപ്പോഴും വൈകാരികമല്ല, അവ ജൈവികമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രോട്ടീൻ ഇല്ലാതെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റുകളോ മധുരപലഹാരങ്ങളോ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ കുത്തനെ ഉയരുകയും പിന്നീട് തകരുകയും ചെയ്യുന്നു. ഇത് നിങ്ങളെ മറ്റൊരു ഹീറ്റിനായി നിരാശരാക്കുന്നു. എന്നാൽ നിങ്ങൾ ആദ്യം പ്രോട്ടീൻ ഉപയോഗിച്ച ഭക്ഷണം സന്തുലിതമാക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ സ്ഥിരപ്പെടുത്തുകയും അതുകാരണമുള്ള ക്രേവിങ്സിൻ്റെ വലയം ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് അച്ചടക്കത്തെക്കുറിച്ചല്ല, ജീവശാസ്ത്രത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് പകരം ശരീരവുമായി പ്രവർത്തിക്കുമ്പോൾ മാറ്റം എളുപ്പമാണെന്ന് തോന്നുന്നു.